ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒന്നാണ്. വളരെ ലളിതമായും എന്നാൽ ഭക്തിപൂർവവും എങ്ങനെ ഏകാദശി നോൽക്കാം എന്ന് താഴെ നൽകുന്നു. വ്രതാനുഷ്ഠാനം തുടങ്ങേണ്ടത് എപ്പോൾ? ഏകാദശിയുടെ തലേ ദിവസം ദശമി മുതൽ വ്രതചര്യകൾ ആരംഭിക്കണം. ദശമി ദിവസം ഒരിക്കൽ ഉണ്ണുക, ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. രാത്രി ലഘുഭക്ഷണമാവാം. ഏകാദശി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ: അതിരാവിലെ ഉണരുക, സൂര്യോദയത്തിന് മുൻപ് ഉണർന്നു കുളിച്ച് ശുദ്ധിയാകുക. ആഹാരം പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കാവുന്നതാണ്. നിഷിദ്ധമായവ: ഏകാദശി ദിവസം അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കണം. പയർവർഗ്ഗങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി എന്നിവയും ഒഴിവാക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന: വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പുണ്യമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. ഉറക്കമിളപ്പ്: ഏകാദശി രാത്രിയിൽ ഉറക്കമിളച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് വിശേഷമാണ്. വ്രതം അവസാനിപ്പിക്കുന്നത് പാരണം വിടൽ: ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. 1. ദ്വാദശി ദിവസം അതിരാവിലെ കുളിച്ച് ഭഗവാനെ തൊഴുത ശേഷം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. 2. ദ്വാദശി ദിവസം അരിയാഹാരം കഴിക്കാം. 3. ദ്വാദശി നാഴിക കഴിയുന്നതിന് മുൻപ് തന്നെ വ്രതം അവസാനിപ്പിക്കണം. ഇതിനെ പാരണം വിടുക എന്ന് പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാൻ: മദ്യപാനം, മാംസാഹാരം, പകലുറക്കം, ക്രോധം എന്നിവ വ്രതദിവസങ്ങളിൽ പൂർണ്ണമായും ഒഴിവാക്കണം.